രാജകുമാരി സേനാപതി റോഡിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ 2 യുവാക്കളെ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത. മദ്യലഹരിയിലായിരുന്ന യുവാക്കളുടെ മൊഴിയെടുക്കുവാൻ സാധിക്കാതെ പോലീസ്. ഉടുമ്പൻചോല പോലീസ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 8-നാണ് രാജകുമാരി സേനാപതി റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറിന് വെളിയിൽ രക്തം പുരണ്ട ഷർട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വൈകിട്ട് 5 മുതൽ ഈ കാർ ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർ പരിശോധിച്ചപ്പോൾ കാറിനകത്ത് രക്തത്തിൽ കുളിച്ച നിലയിൽ ബോധരഹിതരായ 2 യുവാക്കളെ കണ്ടെത്തി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന യുവാവിന്റെ തലയുടെ പിൻഭാഗത്തു നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഇയാളുടെ മടിയിൽ തലവച്ച് കിടന്നിരുന്ന മറ്റൊരു യുവാവിന്റെ ശരീരത്തിലും രക്തമുണ്ടായിരുന്നു. എന്നാൽ ഇത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നയാളുടെ ദേഹത്ത് നിന്ന് ഒഴുകി വീണതായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടുമ്പൻചോല പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും ആംബുലൻസിൽ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അടിമാലി താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു. മദ്യലഹരിയിലായിരുന്ന ഇരുവർക്കും പോലീസിനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തലയുടെ പിൻഭാഗത്ത് വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ സ്വന്തം പേര് പോലും പറയാൻ കഴിയാത്ത വിധം ഇയാൾ ലഹരിയിലാണെന്ന് പോലീസ് പറയുന്നു. മദ്യത്തിനൊപ്പം മറ്റ് രാസലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചതാകാനാണ് സാധ്യതയെന്നും സംഭവത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം കേസെടുക്കുമെന്നും ഉടുമ്പൻചോല പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.